ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോണ്ട മൊബിലിയോൻ്റെ ഓയിൽ ലീക്ക് ഡീസൽ എഞ്ചിനിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഓയിൽ ലീക്ക്. ഈ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഗിയർ ബോക്സ് സൈഡിൽ നിന്നൊക്കെ ഓയിൽ ലീക്ക് ആയതുകൊണ്ട് പിന്നെ ഇജാറ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നമ്മളിതിൻ്റെ എൻജിൻ പുറത്തെടുത്തിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് കയറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത്. ഇത് ലിഫ്റ്റിൽ കയറ്റി നമ്മൾ എൻജിനെ ഇറക്കണ പരിപാടിയാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ഓയിൽ ലീക്ക് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈജാറ് പെട്ടെന്ന് ബ്ലോക്ക് ആവുക, കാർബൺ കയറി അടഞ്ഞ് പെട്ടെന്ന് ബ്ലോക്ക്. അപ്പോൾ ഈജാർ ക്ലീനിങ്ങും കൂടെ ഈ കൂട്ടത്തിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എൻജിനെ ഇറക്കുക എന്നുള്ളൊരു പ്ലാനായത്. അങ്ങനെ എൻജിനെ ഇറക്കി നമ്മൾ ഇത് ഓയിൽ ലീക്ക് നല്ലോണം വരാൻ കാരണം ഒന്നാമത് അലുമിനിയം ബോഡിയാണ് എൻജിൻ നമ്മളെ ബ്ലോക്ക് വരുന്നത്. അതുകൊണ്ടും തന്നെ ഒരു ഓപ്പൺ ടെക് എൻജിൻ ആയതുകൊണ്ട് ഇതിന് കൂളിംഗ് ആയതുകൊണ്ട് കൂള് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ഗ്യാസ്കറ്റ്, അതായത് ഓരോ ഡമ്മി ആയിട്ട് വരുന്നതൊക്കെ ഓറിങ്ങുകളാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഓയിൽ ലീക്ക് വരുന്നത്. പിന്നെ ബോണ്ട് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതലും പഴക്കം വരുമ്പോൾ കുറച്ച് കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ ലീക്ക് വരാൻ കാരണം. അത് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ നമ്മളെ ചെയിൻ കവറിൻ്റെ അവിടുന്ന് ടൈമിങ് ചെയിൻ്റെ കവറും അതേമാതിരി ഓയിൽ കൂളർ വരുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഈ ഓയിൽ കൂളറിൻ്റെ അവിടെ നിന്നൊക്കെ മൊത്തത്തിൽ ഓയിൽ കൂളർ ഇല്ലറ്റ് മൊത്തം അയച്ച് ഇല്ലറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ അയച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇല്ലറ്റ് അയച്ചെടുത്ത് ബാക്കി ഭാഗങ്ങൾ കാർബൺ ഡെപ്പോസിറ്റ് നല്ലോണം ഉണ്ട്. ഇത് നമ്മൾ ത്രോട്ടിൽ ക്ലീനർ വെച്ചിട്ട് കാർബറേറ്റർ ക്ലീനർ എല്ലാം ഉണ്ടെങ്കിൽ ആ പേരിൽ നമ്മൾക്ക് സാധനം വാങ്ങിക്കാൻ കിട്ടും. ഈ സ്പ്രേ ഇത് വെച്ച് ക്ലീൻ ചെയ്യണതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഇത് ഈ കാർബൺ കട്ടിയായിട്ട് കിടക്കുന്നത്, ഈ കരിക്കട്ട പോലെ കിടക്കുന്നതൊക്കെ നമുക്ക് ഈ സ്പ്രേ ചെന്ന് കഴിഞ്ഞാൽ അത് ലൂസായിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരും. കുറച്ച് ഉള്ളിലേക്ക് പോയാലും പ്രശ്നമില്ല. മറ്റേ കരി കുത്തിക്കളയുമ്പോൾ അത് വാൾവ് വാൾവ് കയറി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്രഷൻ കിട്ടാതെ പിന്നെ ഒരുപാട് നേരം കംപ്രഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ വർക്കിന് പിന്നെ ഒരുപാട് നേരം കളയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ്. ഇതൊരു ഡമ്മിയാണ്. ഇത് നമ്മൾ ഓയിൽ കൂളറും കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ്. ഓയിൽ കൂളർ അയച്ചെടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ലീക്ക് വരുന്നത്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ആ ഡിസൈനിൽ കാണുന്ന ഒരു അതിലൊക്കെ ഓറിങ്ങാണ് വരുന്നത്. അതേ ഡിസൈൻ ഇത് ഓയിൽ കൂളറാണ്. ഓയിൽ കൂളറിൻ്റെ ഫിൽറ്റർ മാറ്റി വെച്ചതിൻ്റെ ബാക്കി ഭാഗം ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യണം. നമ്മൾ ആ വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഇത് കാണണം. അപ്പോൾ മൊത്തം നമ്മൾ അയച്ചെടുത്തിട്ട് ഇതുപോലെ ഡീസലൊക്കെ ഇട്ട് നല്ല ക്ലീൻ ചെയ്ത് കയറ്റണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലീനിങ് ചെയ്യാനുള്ള ഒരു ഭാഗങ്ങളുണ്ട്. ഒരുപാട് നേരം നമുക്ക് ക്ലീനിങ്ങിന് തന്നെ വേണ്ടി വരും. ഇതൊക്കെ ക്ലീൻ ചെയ്തത് അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതുപോലെ ആക്കിയെടുക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു പുതുമ തോന്നും. അതാണ് നമ്മളെ പണി. ഇതാണ് വാട്ടർ പമ്പ്. ഈ വാട്ടർ പമ്പിൻ്റെ മുകളിൽ കരി ഓയിൽ വന്ന് ഈ മേൽഭാഗത്തു നിന്ന് ഇത് അടിയിൽ വരുന്ന കാരണം മേൽഭാഗത്തുനിന്നത്തെ ലീക്ക് മൊത്തം ഇതിൻ്റെ മുകളിൽ വന്നിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ മുകളിൽ ആ കറുത്ത കളറും പൊടിയും ഓയിലൊക്കെ ആയിട്ട് ആ മണ്ണും ചെളിയൊക്കെ പിടിച്ചാണ്. ഇതിലേക്ക് ഓയിൽ സർക്കുലേഷൻ ഒന്നുമില്ല കേട്ടോ. ഇത് ഫുള്ള് വെള്ളത്തിൻ്റെ ലൈൻ മാത്രമേ ഉള്ളൂ. പറയല്ലോ, മേലെ നിന്നുള്ള ലീക്ക് ഇതിൽ വന്ന് ഇതായതാണ്. വാട്ടർ പമ്പൊന്നും ഇങ്ങനെ ഒരിക്കലും കംപ്ലൈൻറ്റ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെയൊക്കെ വാട്ടർ പമ്പ് നല്ല ക്വാളിറ്റിയുള്ള വാട്ടർ പമ്പാണ്. നല്ല കട്ടിങ്ങാനുള്ളൊരു വാട്ടർ പമ്പാണ്. ഫുള്ള് അലുമിനിയത്തെ തീർക്കരി ബോഡിയാണ് മൊത്തത്തിൽ. ഇത് മെയിൻ ഓയിൽ സീലിൻ്റെ ഭാഗമാണ്. മെയിൻ ഓയിൽ സീലിൻ്റെ
ക്രാങ്ക് സൈഡ്, അതായത് ഗിയർ ബോക്സ് സൈഡിൽ വരണ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് സീല് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, ഇത് ഈ മൊത്തത്തിൽ അസംബ്ലി ആയിട്ടും കിട്ടും. എനിക്ക് കിട്ടിയത് മൊത്തം അസംബ്ലി ആയിട്ടാണ്. ക്ലീൻ ചെയ്ത് നമ്മളിത് ഓർഡർ കൊടുത്തപ്പോൾ കിട്ടിയത് ഒറിജിനൽ സാധനം തന്നെ കിട്ടുകയും ചെയ്ത്. അത് ഇതിൻ്റെ ഇതാണ് നമുക്ക് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ സീലും ഇതിൻ്റെ ഡമ്മി ആയിട്ട് കിട്ടും. അതിൻ്റെ ലീക്കേജ് കൊണ്ടാണ് ഈ ഫ്ലൈ വീലിൽ ഇങ്ങനെ ഓയിൽ വന്ന് കിടക്കുന്നത്. ഈ ഫ്ലൈ വീലിൽ നമ്മൾ നല്ല ഡീസലൊക്കെ ഇട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത്, ഫ്ലൈ വീല് ഡീസലിട്ട് ക്ലീൻ ചെയ്താൽ മാത്രം പോരാ, പിന്നെ ടിന്നറൊക്കെ ഇട്ട് തുറക്കുക, അല്ലെങ്കിൽ പെട്രോൾ ഇട്ടിട്ട് ഓയിലിൻ്റെ അംശം മൊത്തം കളയണം. അല്ലാണ്ടെങ്കിൽ ഈ ക്ലച്ച് സ്ലിപ്പാവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇതും ഇതുപോലെ തന്നെ ഒറ്റ അടിയിൽ വരുന്നത് AC കംപ്രസർ. അപ്പോൾ ഈ കംപ്രസറിൻ്റെ മുകളിലേക്കൊക്കെ ഈ ഓയിൽ ചെന്നിട്ട് അതിൻ്റെ മുകളിൽ പൊടി പിടിച്ചിട്ട് ആകെ നാശമായി കിടക്കുകയാണ്. കംപ്രസർ നമ്മൾ നല്ല വെളുപ്പിച്ചെടുക്കുന്നുണ്ട്. കംപ്രസർ കഴുകുമ്പോൾ നമ്മൾ അതിൻ്റെ കംപ്രസറിൻ്റെ ഈ ഓളിലൊക്കെ വേസ്റ്റ് ചിരുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഡീസൽ പോയി ഇങ്ങനെ കംപ്രസർ കേട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയൊരു വേസ്റ്റ് വെച്ച് ചെയ്യണം അതിനുള്ളിൽ. ഇത് ഓയിൽ കൂളർ കഴിഞ്ഞ് വരുന്ന ഭാഗമാണ്. ഓയിൽ കൂളർ അയച്ചെടുത്തിട്ട് പിന്നെ വരുന്ന ഒരു ഡമ്മിയാണിത്. ഈ ഹോളിലൊക്കെ 3 റൗണ്ട് ഹോളിലൊക്കെ നമ്മൾ ഓറിങ്ങുകളാണ് വരുന്നത്. ഈ ഓറിങ് ഹാർഡായിട്ടാണ് കൂടുതലായിട്ട് ലീക്ക് വരുന്നത്. ഈ ഭാഗത്താണ് ഈ ഓറിങ്ങാണ് നമ്മൾ മാറ്റാൻ പോണത്. ഓറിങ്ങൊക്കെ സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നതുകൊണ്ട് ഇത് എല്ലായിടത്തും കിട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്പെയർ പാർട്സിലും ഇപ്പോൾ അത് കിട്ടും. ഇതാണ് ഗിയർ ബോക്സ് സൈഡ്. ഇതിൽ മെയിൻ ഓയിൽ സീൽ വരുന്ന ഭാഗം, ഈ മെയിൻ ഓയിൽ സീൽ പോയി ഞാൻ നേരത്തെ കാണിച്ച സീല് പോയിട്ടാണ് ഇവിടെയൊക്കെ ആകെ ഓയിലായിട്ടുള്ളത്. ആ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ ആ ഭാഗമൊക്കെ, സ്റ്റാർട്ടിങ് മോട്ടർ നിൽക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ നല്ല ഓയിൽ അടിച്ച് കയറിയിട്ടുണ്ട്. ഈ സൈഡിൽ ആ ഓയിൽ കൂളർ വരുന്ന, ആ ഓയിൽ കൂളറിൻ്റെ അവിടുത്തെ ഡമ്മി വരുന്ന ഭാഗമാണ്. ഈ ഭാഗത്താണ് ഈ കംപ്രസർ അങ്ങനെയുള്ള ഭാഗങ്ങൾ. കംപ്രസറൊക്കെ നിന്നിരുന്നത് ഇവിടെയാണ്, ഈ ബ്രഷ് കൊണ്ട് കഴുകുന്ന ഭാഗത്ത്. ഈ മേൽഭാഗത്തു നിന്നാണ് ഈ ലീക്ക് വരുന്നത്. ഈ മേൽഭാഗത്ത് ഈ കട്ടിങ് വരുന്നിടത്തുള്ള ഓറിങ്ങുകളിൽ ബോണ്ട് ആന ബോണ്ടിലാണിത് കൂടുതൽ സെറ്റ് ചെയ്യൽ. പിന്നെ ഓറിങ് ആടാവുന്നതുകൊണ്ടാണ് ഈ കണ്ട ഓയിൽ മൊത്തം വരുന്നത്. പിന്നെ മെയിൻ ഓയിൽ സീൽ ഈ മൊത്തത്തിൽ വെള്ളമടിച്ച് ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാനാണ്. മറ്റേത് എല്ലാം കൂടെ ഈ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താനുള്ള സ്പേസ് ഇല്ല, പിന്നെ ടൈമും ഇല്ല. അടുത്ത വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉടനെ ഇടും. ഇത് ഫ്ലൈ വീലാണ്. ഈ ഫ്ലൈ വീൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൈ വീല് നല്ല ടിന്നർ ഇട്ടിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്യണം. തുടക്കം സീലും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ബാക്കി സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.